ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ ചെയ്യാറുള്ള എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ പൂക്കളൊക്കെ കാണിക്കുന്ന വേറൊന്നുമല്ല, അതിൻ്റെ ഇടയ്ക്കൊരു കറിവേപ്പ് നിൽപ്പുണ്ട്. നമ്മൾ കറിവേപ്പില നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കറിവേപ്പില ഒടിക്കാൻ പോയപ്പോൾ ആ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതാണേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കറിവേപ്പില ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പില ആദ്യം തന്നെ എടുക്കാം. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ആവുന്നത് വേറൊന്നുമല്ല, ഞാൻ തന്നെയാണ് ഈ കറിവേപ്പില പറിക്കുകയും വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരുപാടൊന്നും കറിവേപ്പില ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കറിവേപ്പില പറിച്ച് നമ്മൾ അടുത്ത സാധനം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഞാൻ ചെമ്പരത്തി ഇല എടുക്കുന്നില്ല, ചെമ്പരത്തി ഇല എടുക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെമ്പരത്തി പൂവാണ് എടുക്കുന്നത്. അപ്പോൾ ദേ 2 പൂവേ ഉള്ളൂ. ഇപ്പം പൊതുവേ പൂവൊന്നും പിടിക്കാത്ത സമയം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ പാക്കൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മളെല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തി പൂവും കൂടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് ചെമ്പരത്തി പൂവൊന്നും ആവശ്യം ഇല്ല, നമുക്ക് 2 തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്കിത് കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് വരാവേ. അപ്പം നമുക്ക് വേണ്ട ചെമ്പരത്തി പൂവും കറിവേപ്പിലയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സാധനം കൂടി ഉണ്ട്. അത് ചുവന്ന തുളസിയാണ്, അല്ലെങ്കിൽ കൃഷ്ണ തുളസി. അതിന് പറിക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് 2 സവാളയും കൂടി എടുത്ത് വെച്ചിട്ട് പോവാം. സവാള 2 കുഞ്ഞു സവാള മതി, ഒരുപാട് വലുതൊന്നും വേണ്ട. കുറച്ച് ചെറുതായി പോയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. അപ്പോൾ വലുതാണെങ്കിൽ 1 സവാളയിലും മതി. ഇനി നമുക്ക് തുളസിയില പറിക്കാൻ പോവാം. തുളസിയിലയൊക്കെ ഏകദേശം കരിഞ്ഞുണങ്ങി നിൽപ്പുണ്ട്. അതിൽ കുറച്ച് ജീവനുള്ള ഇലകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചുവന്ന തുളസി, അതല്ലെങ്കിൽ കൃഷ്ണ തുളസി എന്ന് പറയുന്ന തുളസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ തലയിൽ പീൻശല്യമൊക്കെ ഉണ്ടെങ്കിൽ തുളസി ഇല ഇട്ടാന്നല്ലേ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തുളസി ഇലയൊക്കെ നുള്ളി പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കൂടി നമുക്ക് എടുക്കാവേ. കിളുന്ന് ഇത് നോക്കിയാൽ അതാകുമ്പോൾ അരയാൻ എളുപ്പമുണ്ടല്ലോ, മിക്സിയിലിട്ട് അരയ്ക്കുമ്പം അതിൽ തണ്ടിങ്ങനെ കിടക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നല്ല ഇല നോക്കിയാണ് എടുക്കുന്നത്, കിളുന്ന് നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാവേ. ആദ്യം നമ്മൾ ചെമ്പരത്തിപ്പൂവാണ് എടുക്കുന്നത്. നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഔഷധ സസ്യങ്ങളിലൊന്നാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കളും ഇലകളും എല്ലാം നമ്മുടെ മുടിക്ക് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവും തണ്ടും ഇലയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ചെമ്പരത്തിപ്പൂ മാത്രമേ യൂസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ആവശ്യമായ കറിവേപ്പില. പ്രത്യേകിച്ചും കറിവേപ്പിലയുടെ പ്രയോഗം നമ്മളുടെ മുടിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മുടി വളർച്ചയെ മെച്ചപ്പെടുത്തുകയും അതിൽ ഇഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും നമ്മുടെ മുടി കൂടുതൽ ആരോഗ്യമുള്ളതാക്കുകയും ബലമുള്ളതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കറിവേപ്പില എന്നത്. അപ്പോൾ കറിവേപ്പില ആരും സ്കിപ്പ് ചെയ്യല്ലേ. കറിവേപ്പില എങ്ങനെ നമ്മുടെ തലയിലും മുടിയിലും തേച്ചാലും അത് നന്നായിട്ട് തന്നെ പ്രവർത്തിക്കും. ചിലർ കറിവേപ്പില എണ്ണ കാച്ചി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്, അതും നല്ലതാണ്. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ റിസൾട്ട് തരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഹെയർ പാക്കായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൃഷ്ണ തുളസിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. താരന് പ്രതിവിധി എന്ന് തന്നെ നമുക്ക് പറയാം. അകാല നരയും തടയാൻ പറ്റിയ ഒരു ഉത്തമ പ്രതിവിധിയാണ് തുളസി ഇല എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ താരന് കാരണമാകുന്ന ഈ ഫംഗസുകളെ നശിപ്പിച്ച് മുടിയുടെ തിളക്കവും മൃദുത്വവും കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തുളസി ഇല നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പാക്കിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ സവാളയാണ്. സവാളയുടെ നീരായാലും മതി, അതല്ലാതെ സവാള മൊത്തത്തിലിട്ട് അടിച്ചെടുക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സവാളയുടെ നീര് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. മുടി വളരാൻ നമുക്ക് ഏറ്റവും മികച്ചതാണ് ഉള്ളിനീരെന്ന് പറയുന്നത്. ഉള്ളിനീരിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൊളാജൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. മുടി വളർച്ചയ്ക്ക് ഇത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഉള്ളിനീര് പതിവായി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. തലയിലെ താരനും മറ്റ് തലയോട്ടിയിലെ അണുബാധകളെയും ഒക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. തലയോട്ടിയിലെ ചൊറിച്ചിൽ ശമിപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ്. കെരാറ്റിൻ എന്ന പുറംപാളിക്ക് കേടുണ്ടായാൽ മുടിയെ ഇത് ഏറെ ദോഷകരമായി ബാധിക്കുന്നതാണ്.
ഇത് പ്രോട്ടീൻ പാളി ആയതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കാൻ സവാള നീര് വളരെയധികം നല്ലതാണ്. മറ്റു ചേരുവകൾ കൂട്ടിക്കലർത്തിയാൽ ഇതിൻ്റെ ഗുണം കുറയുന്നു. എങ്കിലും ഇത് തനിയെ പുരട്ടാൻ ചിലർക്ക് മടിയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കൂട്ടുകളുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. സവാള ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, മിക്സിയിൽ വേഗത്തിൽ അരിഞ്ഞു കിട്ടാൻ ആണ്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ വേഗം അരിഞ്ഞു കിട്ടുമല്ലോ. അപ്പം ഇത് കഴുകിയിട്ട് വേണമായിരുന്നു മുറിക്കാൻ, പക്ഷേ രണ്ടാമത് പിന്നെയും പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതായതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 എണ്ണം ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഉള്ളിനീര് കൂടിപ്പോയെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഉള്ളി നമുക്ക് നമ്മുടെ തലയിൽ ആവശ്യം ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ മുടി വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സാധനങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം. എന്തെങ്കിലും പൊടിയോ മണ്ണോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. അപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് കഴുകുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വീഡിയോയ്ക്ക് കാണും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് നല്ല ഒലുത്തി കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കഴുകിയിട്ട് കാണാവേ. ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്നത്. തലേന്നത്തെ കുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് കൊഴുത്ത കഞ്ഞിവെള്ളം ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. മീഡിയം കൊഴുപ്പുണ്ട് എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയും അങ്ങനെയുള്ള കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ല, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് പാക്ക് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. നമ്മുടെ മുടി പൊട്ടാതിരിക്കാനും നല്ല ഭംഗിയിൽ കിടക്കാനും സഹായിക്കും നമ്മുടെ കഞ്ഞിവെള്ളം. അതുപോലെ തന്നെ മുടിക്ക് നല്ല സിൽക്കി ടെക്സ്ചർ ലഭിക്കും. അതുപോലെ തന്നെ നല്ല തിളക്കവും കറുപ്പും ഒക്കെ മുടിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിക്കുന്നതിലൂടെ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും കഞ്ഞിവെള്ളം മാത്രമെങ്കിലും തലയിൽ വീക്ക്ലി ട്രൈസോ വീക്ക്ലി ട്വൈസോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരയണം, നല്ല പേസ്റ്റ് പോലെ അരയണം. വേണമെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഡൈലൂട്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് ബാക്കി കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടല്ലോ, അത് നമ്മുടെ മുടിയുടെ വോളിയം എത്രയാണോ അത് നിറയെ തേക്കാനുള്ളത് നമുക്ക് കഞ്ഞിവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തലയിലേക്ക് തേച്ച് കൊടുത്താലോ. ഇതാദ്യം തന്നെ നമുക്കൊരു എടുക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്തൂടെ കൈയിട്ട് തേക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇത് കഴുകി ഒഴിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടാണ്. നമ്മൾ ബാക്കി ബാലൻസ് വെച്ചിരുന്ന കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നതും കൂടെ ആ കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകി എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനതൊന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ.
എല്ലാം കഴുകിയെടുത്ത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. തലയിൽ അതിൻ്റെ മട്ടൊന്നും ഇരിക്കുന്നത് പ്രശ്നം ഇല്ലെങ്കിൽ അത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് അരിക്കാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴുകുമ്പോൾ എന്തുമായില്ലെങ്കിൽ പൊക്കോളും. കഴുകുമ്പം പോയില്ലെങ്കിൽ തന്നെ മുടി ഉണങ്ങുമ്പം നമ്മൾ ചീർപ്പ് വെച്ച് ചീപ്പുമ്പോൾ അതങ്ങ് പൊക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കട്ടെ. തലയിലേക്ക് തേക്കുന്നതിന് മുമ്പ് ഞാനിത് ഓൾറെഡി തലയിൽ എണ്ണയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചീർപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ല പല്ലിന് ഗ്യാപ്പുള്ള ചീർപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ ജടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിലെ ജടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം എപ്പോഴും ജട എടുക്കുമ്പോൾ ഒന്നുകിൽ എണ്ണ തേച്ച് പല്ലിന് അകലമുള്ള ചീപ്പ് വെച്ച് മാത്രം ജട എടുക്കുക. പിന്നെ താഴ്ന്ന് മുകളിലേക്ക് ജട തീർത്ത് വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ജടയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുടി. അപ്പോൾ എണ്ണ നല്ല കുഴച്ച് വാരി തേച്ചിട്ടുണ്ട്, അതാണ് ഇത്രയ്ക്ക് കട്ടിയില്ലാണ്ട് കിടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. തലയോട്ടിയിലാണ് നമ്മൾ പാക്ക് ഏതായാലും തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെല്ലത്തക്ക രീതിയിൽ ഞാൻ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സ്ഥലം നമുക്കിങ്ങനെ വകഞ്ഞ് മാറ്റി ഇട്ട് കൊടുക്കാവേ. ക്യാമറ പിടിക്കുന്നതും ഇത് തേക്കുന്നതും കൂടെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സവാളയുടെ അതിഭയങ്കരമായ സ്മെല്ല് വരുന്നുണ്ട്. സവാള നീര് മാത്രമായിട്ട് തേക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ആ മണം പോകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പാക്കിൻ്റെ കൂടാണ് സവാള മിക്കവാറും തേക്കാറ്. അപ്പോൾ സവാളയുടെ സ്മെല്ലൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പം നമുക്കിത് മൊത്തം ഇട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് വരാവേ. അപ്പോൾ തലയിലെ എല്ലാ സൈഡിലും ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാനൊരു 20 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകി കളയും. ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഞാനിവിടെ താളി ഉപയോഗിച്ചാണ് കഴുകുന്നത്. താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കിത് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.